അഹമ്മദ്, ഖത്തറിൽ നിന്നാണോ താങ്കൾ സംസാരിക്കുന്നത്? ഞാൻ അഹമ്മദ് പാതിരിപ്പറ്റ, പഴയ മാതൃഭൂമിന്റെ ഇവിടുത്തെ റിപ്പോർട്ടറാണ്, ദോഹയിലുള്ളത്. എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ എന്ന് താങ്കൾ വിവരിച്ചാൽ കൂടുതലായി. ഒന്നുമില്ല, ഇവിടെ ഇപ്പം ശാന്തമാണ്. നേരത്തെ ഒരു 7 മണിന്റെ സമയത്ത്, നേരത്തെ വൈകുന്നേരം അമേരിക്കൻ സർക്കാർ ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം വന്നിരുന്നു. അമേരിക്കൻ എംബസി ജീവനക്കാർക്കും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകൾക്കും അവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകാനും ഓഫീസുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഓഫീസ് പൂട്ടിയിട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോയി അഭയം പ്രാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കിട്ടിയിരുന്നു. ഹലോ, കേൾക്കാം മുഹമ്മദ്. അവിടെ എന്തൊക്കെയാണ്? അപ്പൊ അതിൽ അന്നേരം ആളുകൾക്ക് കുറച്ച് പരിഭ്രാന്തി വന്നിരുന്നു. മറ്റുള്ള ആളുകൾക്ക് എന്താ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നില്ല. അതുവരെ ഇവിടെ ഒന്നുമില്ല. പിന്നെ അല്പം കഴിഞ്ഞപ്പോഴാണ് വ്യോമപാത അടച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. അപ്പൊ നമ്മളെ ഇപ്പൊ ഈ വെക്കേഷന്റെ സമയമായതുകൊണ്ട് ആളുകളൊക്കെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എയർപോർട്ടിൽ പോയിട്ട് കാത്തിരുന്നു. അപ്പോഴാണ് ഈ വ്യോമപാത അടച്ച വിവരം വരുന്നത്. അപ്പൊ ഒരുപാട് മലയാളികളടക്കമുള്ള വിദേശികൾ നിരാശരായിട്ട് കുറെ സമയം അവിടെ അനിശ്ചിതത്വത്തിൽ നിന്നു. പിന്നീട് അവര് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അതിനുശേഷമാണ് ഇവിടെ ആകാശം നിറയെ മിസൈലുകൾ പറക്കുന്നതായിട്ട് ജനങ്ങളെ ശ്രദ്ധപ്പെട്ടത്. അപ്പം ജനങ്ങള് ഈ മിസൈലുകൾ കാണാൻ വേണ്ടിയിട്ട് വളരെ കൗതുകത്തോടു കൂടി റോഡിലിറങ്ങി, അതുപോലെ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ കയറി നിന്ന് പരിഭ്രാന്തിയോടുകൂടി. കൗതുകമല്ല, ഒരു വലിയ ഹൈ അലർട്ടായിട്ട് നമ്മളൊക്കെ വലിയ ആശങ്കയോടുകൂടി അവിടെ നിന്ന് ഉറ്റു നോക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞു കേട്ട വിവരങ്ങൾ അനുസരിച്ച് ഇതൊക്കെ ആകാശത്ത് വെച്ച് നിർവീര്യമാക്കിയോ? എവിടെയെങ്കിലും അതല്ല പതിച്ചതായിട്ട് എന്തെങ്കിലും ആകാശത്ത് വെച്ച് നിർവീര്യമാക്കിയിട്ടുണ്ട്. കാരണം കുറെ അധികം ഇതില് മിസൈല് വന്നിരുന്നു. അത് കുറെയൊക്കെ ആകാശത്ത് വെച്ച് നിർവീര്യമാക്കിയിട്ട് ചിതറി വീഴുന്നതായിട്ട് ആളുകളെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് ഇത് വീണെന്നറിയോ? ഇത് വീണതെന്ന് പറഞ്ഞാല് ടൗണിന്റെ ഭാഗത്തൊന്നും, ഈ ദോഹയുടെ ഭാഗത്ത് ഇപ്പൊ ഒരു ചെറിയ ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു ചീള് ഇവിടെ ടൗണിന്റെ ഒരു ഭാഗത്ത് വീണിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് പരിക്കൊന്നില്ല. ഇത് കൂടുതൽ ഈ കോറൽ ഉദയം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സൈനിക താവളമുണ്ട് അമേരിക്കയുടെ, ആ ഭാഗത്താണ് വീണത്. അവിടെ ആ ഭാഗത്തൊക്കെ അതില് 2-3 ഇതിന്റെ പതിക്കുന്നു. എന്തെങ്കിലും ഒരു മുൻകരുതൽ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള ചില മുൻകരുതൽ എടുക്കണമെന്ന് ചിലയിടങ്ങളിലെങ്കിലും മുന്നറിയിപ്പുകൾ വന്നിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ആളുകൾ ഒരു ജാഗ്രത നേരത്തെ തന്നെ എടുത്തിരുന്നോ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, ഖത്തർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നേരത്തെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു മുന്നറിയിപ്പും ഇല്ല. ഇപ്പോഴും വന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ്, ആരും പരിഭ്രാന്തരാകണ്ട, ദോഹയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ മലയാളി സഹോദരങ്ങളൊക്കെ യാത്ര റദ്ദാക്കപ്പെടുകയും അവർക്കൊക്കെ മടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ യാത്ര റദ്ദാക്കിയതിൽ ഒരുപാട് മലയാളികൾ അടക്കമുള്ള ആളുകൾക്ക് നിരാശരാണ്. കാരണം ഇപ്പൊ നാട്ടിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി പോകാൻ നിന്നല്ലേ. ഇനി എപ്പോഴാ പോകാൻ പറ്റുക, ദിവസം ഇത് നീണ്ടു നിന്നേക്കാം. ഈ ഒരു വൈകലും ഈ റദ്ദാക്കലും ഒക്കെ എത്ര ദിവസം നീണ്ടു നിന്നേക്കാം. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കാഷ്വാലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം റെക്ടിഫൈ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെയുള്ള ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ശാന്തമാണ്. ആകാശത്ത് മിസൈലുകളൊന്നുമില്ല. അപ്പോൾ ഈ നിരോധനം, ഈ വ്യോമപാത നിരോധനമൊക്കെ പെട്ടെന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടേക്കാമല്ലേ? അത് നേരത്തെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് 9 മണിക്ക് ശേഷം പുനഃസ്ഥാപിക്കുന്ന, പക്ഷെ ഇതുവരെ പുനഃസ്ഥാപിച്ചായിട്ട് വിവരം കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ മലയാളി സുഹൃത്തുക്കൾ അവർക്കൊക്കെ തമ്മിലൊക്കെ ബന്ധപ്പെടാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് എംബസി എങ്ങനെയാണ് ഇതിനെ കാര്യങ്ങൾ? ഇന്ത്യൻ എംബസി എന്തെങ്കിലും പ്രത്യേക അലർട്ടോ അവർക്ക് നിർദ്ദേശങ്ങളോ ഒക്കെ നൽകിയിട്ടുണ്ടോ? ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കാരോട് പുറത്തിറങ്ങരുതോ? അല്ലെ, പുറത്തിറങ്ങരുത്. നേരത്തെ ഇന്ത്യൻ എംബസി രാത്രി ആയതിനു ശേഷം ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മലയാളികളെല്ലാം അവരുടെ വീടുകളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തിക്കാണുമല്ലേ? ഇല്ല, ആളുകളൊക്കെ അവരവരുടെ ഷോപ്പുകളിലും, ചിലരൊക്കെ ഭയന്ന് വലിച്ചിട്ട് ഈ മാളുകളുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഓടിച്ച് നിന്ന ആളുകളുണ്ട് അഭയം തേടിയ. പക്ഷെ ധാരാളം ആളുകൾ അങ്ങനെയൊന്നും എവിടെയും പോയിട്ടില്ല. ഇപ്പോഴും റോഡിലൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇവിടെയുള്ള കഫ്റ്റീരിയകളും റെസ്റ്റോറന്റുകളും ഷോപ്പുകളൊക്കെ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ എന്താണ് എഴുതി കാണിക്കുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും ഇവിടെ നമുക്കെല്ലാം കിട്ടുന്ന ഇന്ത്യൻ ന്യൂസ് തന്നെയാ.
ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രത്യേക അൽ ജസീറ നേരത്തെ റിപ്പോർട്ട് ചെയ്തതിൽ പിന്നെ അപകടങ്ങളൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോൾ എല്ലാം സേഫ് ആണ്. ഇനിയൊരു അഹമ്മദ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടുത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ തന്നെ കുറച്ച് ആളുകൾ പാനിക്കായിരുന്നു. അവരെല്ലാം അത് വിട്ടുമാറി ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തി എല്ലാവരും. വിവരം തീർച്ചയായും വളരെയധികം നന്ദി. അഹമ്മദാണ് ദോഹയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.